ഇപ്രാവശ്യത്തെ ക്രിസ്മസ് വെക്കേഷൻ ട്രിപ്പ് തിരുവനന്തപുരം കന്യാകുമാരി. ഇതാണ് പത്മനാഭസ്വാമി ടെമ്പിൾ. അമ്പലക്കുളവുമുണ്ട്, മനോഹരമാണ്. ഇതാണ് എൻ്റെ കസിൻ അതിഥി, പിന്നെ ഇത് ഞാനും. അമ്പലത്തിൽ വളരെയധികം തിരക്കായതുകൊണ്ട് അമ്പലം നല്ലപോലെ തൊഴാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ പോയത് കുതിരമാളിക പാലസിലേക്കായിരുന്നു. അവിടെ ടിക്കറ്റ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അമ്പലത്തേക്ക് പ്രവേശിച്ചപ്പോൾ പഴയ പഴയ രാജാക്കന്മാരുടെ വരാന്തകളും പൂന്തോട്ടങ്ങളും കാണാൻ പറ്റും. പാലസിൻ്റെ ഏറ്റവും പീസ്ഫുള്ളായ സ്ഥലമാണ്. പിന്നെ ഓടിക്കളിക്കാനും പഴയ വീടുകളും കുറേയുണ്ട്. പ്ലാസ്റ്റിക് മാർഗങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ സ്ഥലമാണിത്. പിന്നെ 50 റുപ്പീസ് എക്സ്ട്രാ പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ കൊടുക്കണം. ആർട്ട് ഗാലറി മോശമൊന്നും അല്ലായിരുന്നു, വളരെ മനോഹരമാണ്. പിന്നെ സൂയിലേക്ക് പോയപ്പോൾ കാട്ടുപോത്തിൻ്റെ എണ്ണം കൂടുതലായിരുന്നു. പിന്നെ നമ്മളുടെ രാജാതിരാജൻ സിംഹവും ഉണ്ടായിരുന്നു. ഹിപ്പോപ്പൊട്ടാമസ് വെള്ളം കുടിക്കുന്നതിന് പകരം സ്റ്റാച്യു പോലെയാണ് നിൽക്കുന്നത്. പിന്നെ നമ്മളുടെ സിംഹം എന്തോ കാര്യമായിട്ട് നക്കുന്നുണ്ട്. മാനുകളുടെ എണ്ണം അത്ര കുറവുമല്ല. അവർ നന്നായി ഭക്ഷണം കഴിക്കുന്നുമുണ്ട്. വെള്ളമാനുകളുമുണ്ട്. പിന്നെ നമ്മളുടെ പുള്ളിമാൻ, കാട്ടിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ. പിന്നെ നമ്മളെ ചീറ്റപ്പുലിക്ക് ഉറങ്ങാനുള്ള സമയമാണ്. കാട്ടുപോത്തിനെ എടുത്ത് കാണുമ്പോൾ വളരെ ഭീകരമാണ്, പക്ഷേ കൊക്കിന് പേടിയില്ല. പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് ഒരു ലോക്കൽ ട്രെയിനിൽ പോയി. അവിടെ പിന്നെ വിവേകാനന്ദപുരം തിരുവള്ളൂർ പ്രതിമ ഉണ്ടായിരുന്നു. കടൽ വളരെ മനോഹരമായിരുന്നു. ബേ ഓഫ് ബംഗാൾ, അറബിക് സീ, ഇന്ത്യൻ സീ മൂന്നും യോജിച്ച കടലാണ് ഇത്. കടലിന് വളരെ പച്ച നിറമാണ്. ഇതാണ് തിരുവള്ളൂർ പ്രതിമ. ഇവിടെ ഷെല്ലുകളുണ്ടാക്കിയ പല സാധനങ്ങളുമുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ്, ഇത് അടിയിൽ നിന്ന് കാണുമ്പോൾ വളരെ പേടിയാവും. ലൈറ്റിൽ രാത്രി കാണുമ്പോൾ വളരെ ഭംഗിയാണ്. തിരുവള്ളൂർ ചെറുതാണെങ്കിലും എടുത്തിൽ നിന്ന് നോക്കുമ്പോൾ വളരെ വളരെ വലുതായിരുന്നു. അവിടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു. കുറേ ഞങ്ങൾ അങ്ങോട്ട് നടന്നു. കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാലിക്കറ്റിലേക്ക് ഹിമസാഗർ എക്സ്പ്രസ്സിലായിരുന്നു. നല്ല തിരക്കും വാശികളും ഉണ്ടായിരുന്നു. നല്ല എക്സ്പ്രസ് ഫാസ്റ്റ് ആയിരുന്നു ഈ സ്ഥലം. പിന്നെ ഞങ്ങൾ അവിടുന്ന്